ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ധന്യനായ യേശു കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് നമ്മുടെ മധ്യത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ നിറഞ്ഞ ദൈവസാന്നിധ്യം നിറഞ്ഞ ഈ അന്തരീക്ഷത്തിൽ നമുക്കൊരുമിച്ച് ആത്മാവിൻ്റെ പുതുക്കത്തോടുകൂടെ ഇന്ന് ഈ ദൈവവചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. കൂടി വന്ന നിങ്ങൾക്കെല്ലാവർക്കും വേഗം വരുന്ന യേശു കർത്താവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. വളരെ പ്രത്യേകതയുള്ള ഒരു സബ്ജക്റ്റാണെന്ന് നമ്മൾ ചിന്തിക്കുന്നത്. കാരണം നമ്മളെല്ലാം കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ തേജസ്സിൻ്റെ അനുഭവത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. തേജസ്സിൻ്റെ അനുഭവം. എന്നാൽ ഒരു യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ, തേജസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടതിന് ശേഷം പ്രാപിക്കേണ്ട ഒരു വാടാത്ത കിരീടമല്ല. ഈ ഭൂമിയിൽ നമുക്ക് ആ അനുഭവത്തിൽ, ആ മഹത്വത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കാൻ കഴിയുന്ന ഒരു കാര്യം കൂടെയാണ്. കാരണം അത് അപ്പോസ്തലന്മാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ കർത്താവിൻ്റെ മഹിമ കണ്ട ഒരു സാക്ഷിയാണ്, ദൈവത്തിൻ്റെ മഹിമ കണ്ട ഒരു സാക്ഷിയാണ് എന്ന് അപ്പോസ്തലനാകുന്ന പത്രോസ് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ ഭൂമിയിൽ നാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് ആ മഹത്വം കണ്ട് മനസ്സിലാക്കി ജീവിക്കാൻ പറ്റും. അങ്ങനെ ഒരു സുപ്രീം അതോറിറ്റിയിലേക്ക് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടു പോകട്ടെ. നമുക്ക് ദൈവവചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് വലിയ അത്ഭുതം നമ്മുടെ മധ്യത്തിൽ ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. 149 സങ്കീർത്തനം അതിൻ്റെ 7, 8, 9 വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിക്കാം. 149 സങ്കീർത്തനം 149 സങ്കീർത്തനം തന്നെ അതിൻ്റെ 5 വാക്യം മുതൽ 9 വാക്യം വരെ വായിക്കാം. 149 സങ്കീർത്തനം 5 വാക്യം മുതൽ 9 വാക്യം വരെ നമുക്ക് വായിക്കാം. ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ, അവർ തങ്ങളുടെ ശയ്യകളിൽ ഘോഷിച്ചുല്ലസിക്കട്ടെ. അവരുടെ വായിൽ ദൈവത്തിൻ്റെ പുകഴ്ചകളും അവരുടെ കയ്യിൽ ഇരുവായ്ത്തലയുള്ള വാളും ഉണ്ടായിരിക്കട്ടെ. ജാതികൾക്ക് പ്രതികാരവും വംശങ്ങൾക്ക് ശിക്ഷയും നടത്തേണ്ടതിനും അവരുടെ രാജാക്കന്മാരെ ചങ്ങലകളാലും അവരുടെ പ്രഭുക്കന്മാരെ ഇരുമ്പു വിലങ്ങുകളാലും ബന്ധിക്കേണ്ടതിനും എഴുതിയിരിക്കുന്ന വിധി അവരുടെ മേൽ നടത്തേണ്ടതിനും തന്നെ. അത് അവൻ്റെ സർവഭക്തന്മാർക്കും ബഹുമാനമാകുന്നു. യഹോവയെ സ്തുതിപ്പീൻ. ഈ വചനത്തിന് കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ബൈബിൾ പറയുന്നു, ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ. ഭക്തന്മാർ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ. Let the godly exult in the glory. Let them sing for joy on their beds. ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആനന്ദം ഉണ്ട് എന്ന് നമുക്കിതിലും വലിയൊരു വചനം പറഞ്ഞു തരാനില്ല. ദൈവത്തിൻ്റെ മഹത്വത്തിൽ ആനന്ദം ഉണ്ട്. മഹത്വം സ്വർഗത്തിൽ ചെന്നാണ് പ്രാപിക്കാൻ കഴിയുന്നത് എന്നുണ്ടെങ്കിൽ, ഈ ഭൂമിയിൽ കയ്യിൽ വാളേന്തണമെന്നും വചനം എന്ന വാളേന്തണമെന്നും ശത്രുവിൻ്റെ ചങ്ങലകളെയും പ്രഭുക്കന്മാരുടെ ഇരുമ്പു വിലങ്ങുകളെ ബന്ധിക്കണമെന്നും ഒന്നും സങ്കീർത്തനക്കാരൻ പറഞ്ഞു വെക്കത്തില്ല. ഇത് നമ്മോട് ഓരോരുത്തരോടുമുള്ള ഒരു മുന്നറിയിപ്പാണ്. ദൈവത്തിൻ്റെ ഭക്തന്മാരുടെ കൈകളിൽ സമ്പത്ത് കുറഞ്ഞാലും ദൈവത്തിൻ്റെ ഭക്തന്റെ കയ്യിൽ
ആൾബലം കുറഞ്ഞാലും ദൈവത്തിൻ്റെ ഭക്തന്റെ കയ്യെ പിടിക്കാൻ ആരുമില്ലെങ്കിലും ദൈവത്തിൻ്റെ ഭക്തന്റെ കൈ ശൂന്യമാണ് എന്ന് പറയുന്ന അനുഭവത്തിലാണെങ്കിൽ പോലും പരിശുദ്ധാത്മാവ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, ഇന്ന് കാണുന്ന നമുക്ക് ഓരോരുത്തർക്കും രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു, മഹത്വത്തിൽ ആനന്ദിക്കാൻ മനോഭാവമുള്ളവന്റെ കയ്യിൽ ഒഴിയാതെ ദൈവം പിടിപ്പിച്ചിരിക്കുന്ന ഒരു ഇരുവായ്ത്തലയുള്ള വാളുണ്ട്. ആ വാളിന്റെ പേരാണ് വിശുദ്ധ വചനം, ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം. പ്രൈസ് ടു ജീസസ്. കയ്യിൽ വാളുള്ള ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ, ആമേൻ ആമേൻ, ഇടം വലം നോക്കാതെ ആമേൻ അതെടുത്ത് ഉപയോഗിക്കാൻ ദൈവം അധികാരപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ, ഇന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ച് സംസാരിക്കുന്നു, താങ്കളുടെ കൈകളിൽ ശൂന്യതയുടെ അനുഭവങ്ങൾ ഉണ്ടാകുകയില്ല. അതെങ്ങനെ കൈ ശൂന്യമാണെന്ന് പറയും? കയ്യിൽ ദൈവം പിടിപ്പിച്ചിരിക്കുന്ന വാൾ. ആർക്കാ ദൈവത്തിന്റെ വാള് കയ്യിലെടുക്കാൻ പറ്റുന്നെന്നാ ബൈബിൾ പറയുന്നത്? മഹത്വത്തിൽ ആനന്ദിക്കുന്ന ഒരു വ്യക്തിക്ക്, ഗ്ലോറിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക്, ഗ്ലോറിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക്, ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഗ്ലോറിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക്. ഗ്ലോറി എന്താ? അത് മഹത്വം, തേജസ്, അത് ദൈവത്തിനുള്ളതല്ലേ. പക്ഷേ ആ തേജസ്സിനെ ദൈവം മനുഷ്യരുടെ മേൽ പകർന്നിട്ട് അവരിൽ അതിനെ ആനന്ദിക്കാനുള്ള ഒരു റൈറ്റ് ദൈവം കൊടുത്തിരിക്കുന്നു. ദിസ് ഇസ് എ റൈറ്റ്. ഇതൊരു അവകാശമാണ്, ഇതൊരു അധികാരമാണ്. ദൈവത്തിന്റെ ഭക്തന്മാർ, അപ്പോ എന്റെ ലേബല് മാറേണ്ടത് ഈ ഒരു ഭാഗത്ത്. ദൈവത്തിന്റെ ഭക്തൻ, പിശാചിന്റെ ദാസൻ, പിശാചിന്റെ അടിമ, സാത്താന്റെ ഇഷ്ടം ചെയ്യുന്നവൻ, സാത്താനെ ഭയപ്പെടുന്നവൻ, ലോകകാര്യങ്ങളിൽ വെറിപൂണ്ട് നടക്കുന്നവൻ എന്ന ഒരു സാധാരണ അല്ലെങ്കിൽ ഒരു അധപ്പതിച്ച പദവിയിൽ നിന്ന് ദൈവത്തിന്റെ ഭക്തൻ എന്ന ഒരു സുപ്രീം ലെവലിലേക്ക്, ഒരു സുപ്പീരിയർ അതോറിറ്റിയിലേക്ക് പരിശുദ്ധാത്മാവ് പിടിച്ച് കയറ്റിയവൻ ആരോ അവനാണ് ഭക്തൻ. അല്ലാതെ നെറ്റിയിൽ എഴുതി ഒട്ടിച്ചുകൊണ്ട് നടക്കുന്നവനല്ല, അല്ലാതെ ഫുൾ സ്ലീവ് ഇട്ട് നടക്കുന്ന ഒരു വ്യക്തി മാത്രമല്ല. ആരാണ് ദൈവത്തിന്റെ ഭക്തൻ? ദൈവം സ്നേഹിക്കുന്നവനും ദൈവത്തെ സ്നേഹിക്കുന്നവനുമാണ് ദൈവത്തിന്റെ ഭക്തൻ. ഒരു പ്രത്യേക സഭയിലുള്ള ഒരു വ്യക്തിയാണോ ദൈവത്തിന്റെ ഭക്തൻ? അല്ല. ദൈവം സ്നേഹിക്കുന്നവൻ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ. കൈ മുതലായി ഒന്നുമില്ലെങ്കിലും അതിനേക്കാൾ വലിയ മുതൽ എൻ്റെ കയ്യിലുണ്ട് എന്ന് ഉറപ്പോടെ പറയാൻ കഴിയുന്നവൻ, അതാരാ? ഈ വേർഡാ. ആ കൈ മുതൽ വാളായിരിക്കുന്നവനാണ് ദൈവത്തിന്റെ ഭക്തൻ. എന്തൊക്കെ ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കേണ്ടി വന്നാലും, ആരെയൊക്കെ വിട്ടുപോകേണ്ടി വന്നാലും, ആരൊക്കെ വിട്ടേച്ചു പോയാലും ഞാൻ വിടാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് മുറുകെ പിടിച്ചിരിക്കുന്ന, എന്തുവാ? ഈ വചനം മുറുകെ പിടിച്ചിരിക്കുന്ന വ്യക്തിയാണ് ദൈവത്തിന്റെ ഭക്തൻ. ആ ഭക്തന് ദൈവം കൊടുക്കുന്ന ഏറ്റവും ആദ്യത്തെ ആനന്ദമാണ് അവന്റെ മഹത്വത്തിൽ സന്തോഷിക്കുക. അവന്റെ മഹത്വത്തിൽ സന്തോഷിക്കുക. ഇതെനിക്ക് എത്രത്തോളം നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മഹത്വത്തിൽ സന്തോഷിക്കുക എന്ന് പറയുന്നത് അതൊരു അനുഭവമാണ്, അത് എക്സ്പീരിയൻസ് ചെയ്തൊരു വചനം ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരാം. അത് എക്സ്പീരിയൻസ് ചെയ്തൊരു വ്യക്തിയുടെ വചനം ഞാൻ കൊണ്ടുവരാം. മഹത്വത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിക്ക് അവന്റെ കോമൺ സെൻസ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയിന്നിരിക്കും. നല്ല അർത്ഥത്തിലേ എടുക്കാവുള്ളൂ ഞാൻ പറയുന്നത്. കോമൺ സെൻസ്, അവന്റെ റിലേ ഒക്കെ ചിലപ്പോൾ പോയിന്നിരിക്കും. ഒന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ വാക്കാണ്, ഇതിനെ ഇനി വേറെ വളച്ചൊടിക്കരുത്. എന്തുകൊണ്ടാണെന്നറിയാമോ? ഞാൻ പറഞ്ഞതിന്റെ ആശയം പൂർത്തീകരിക്കാം. ഭൗമികമാകുന്ന കാര്യങ്ങളിൽ നിന്ന് അവന്റെ ശരീരം കൊണ്ടും പ്രാണൻ കൊണ്ടും ആത്മാവ് കൊണ്ടും, ഒന്നുകൂടെ പറയാം, ചിന്ത കൊണ്ടും കൂടെ അവൻ ഉയർന്ന ഒരു പൊസിഷനിലേക്ക് അവൻ കയറിപ്പോകുന്ന ഒരു അനുഭവമാണ് മഹത്വം. അവൻ തിരിച്ചറിഞ്ഞാൽ ഉള്ള അവസ്ഥ. അന്നേരവും ഭൗമിക മണ്ഡലത്തിൽ നിന്ന് ആത്മീയ മണ്ഡലത്തിലേക്ക് അവൻ ഉയരുന്ന സമയവും അവൻ ഈ ഭൂമിയിലെ എല്ലാം മറന്നാലും ആ വ്യക്തിയുടെ കൈ നോക്കി ചുരുട്ടി പിടിച്ചിരിക്കുന്ന ഒന്ന് കാണാം. അതാണ് ദൈവത്തിന്റെ ചുരുൾ, വചനം, വാൾ. അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ചെല്ലുമ്പോഴും എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ആത്മീയ മേഖലകളിലേക്ക് കയറുമ്പോഴും എന്തുകൊണ്ടാണ് വാള് കയ്യിൽ വേണമെന്ന് പറയുന്നത്? താങ്കൾക്ക് പോരാട്ടം ശരിയായ രീതിയിൽ ഉണ്ടാകുന്ന സ്ഥലം
മുകളിലേക്ക് കയറുമ്പോഴാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, പ്രാർത്ഥിച്ച് അല്പം ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് വരുമ്പോൾ പോരാട്ടം വർദ്ധിക്കുന്നത്? ഇപ്പോൾ താമസിക്കുന്ന പഴയ വീട്ടിൽ തന്നെ പഴയതുപോലത്തെ പ്രാർത്ഥന തന്നെ ഒക്കെ ശരിയാ. പക്ഷേ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, മോനെ, നീ ഉയർന്ന അളവിൽ മഹത്വത്തിൽ സന്തോഷിക്കുമ്പോഴും നിന്റെ കയ്യിൽ നിന്ന് വാള് താഴെ വെക്കരുത്. ഇത് പത്രോസിന്റെ ഉറയിക്കിടന്ന വാളിന്റെ കാര്യമല്ല കർത്താവ് പറയുന്നേ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഉയർന്ന തലങ്ങളെക്കുറിച്ചാണ്, ആത്മീയ മണ്ഡലത്തെക്കുറിച്ച്. ദൈവത്തിന്റെ ഭക്തൻ അവന്റെ മഹത്വത്തിൽ സന്തോഷിക്കട്ടെ, ആനന്ദിക്കട്ടെ. ദൈവത്തിന്റെ ഭക്തൻ അവന്റെ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ. ഇന്ന് നമ്മളൊന്ന് ദൈവത്തോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകും. എന്താണെന്നറിയാമോ? പലർക്കും മഹത്വം, തേജസ്, ഗ്ലോറി ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ ആ ശരിയായ അനുഭവത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് ഈ പ്രസംഗം കൊണ്ട് മഹത്വം എത്ര വലുതാണെന്നും നാം ആ മഹത്വത്തിലേക്ക് കയറേണ്ട ആവശ്യകത എത്ര വലുതാണ് എന്നുള്ളത് നിങ്ങളിലേക്കൊന്ന് എത്തിക്കുക എന്ന് മാത്രമാണ്. ഇതെനിക്കൊരിക്കലും നിങ്ങളെ മഹത്വത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ എന്നിലൂടെ സംസാരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിന് താങ്കളെ ആ ഉയർന്ന അളവിലേക്ക് കൊണ്ടുപോകാനായി കഴിയും. മഹത്വത്തിൽ വസിക്കുന്നവർ, ഞാൻ പ്രവചിക്കുന്നു, ഈ എഫഥ ഇൻ ജീസസ് മിനിസ്ട്രീസിന്റെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഈ വിർച്വൽ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന ദൈവമക്കളെ പരിശുദ്ധാത്മാവ് വിത്തിൻ ഡേയ്സ് ആത്മമണ്ഡലങ്ങളിലേക്ക്, ഉയർന്ന അഭിഷേകത്തിന്റെ അളവിലേക്ക്, ഉയർന്ന ഗ്ലോറി റിലത്തിലേക്ക് പരിശുദ്ധാത്മാവ് അപ്ലിഫ്റ്റ് ചെയ്യട്ടെ. മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തി അല്ല, മഹത്വത്തിലേക്ക് പ്രവേശിക്കും എന്ന് തീരുമാനിക്കുന്ന ഒരു വ്യക്തി ആദ്യം ശത്രുയിട്ട ബൗണ്ടറികൾ പൊട്ടിക്കുന്നവനാണ്. മഹത്വത്തിലേക്ക് ഞാൻ പ്രവേശിക്കുമെന്ന് ചിന്തിക്കുന്ന വ്യക്തി പാപത്തിന്റെ ചങ്ങലകളെ പൊട്ടിക്കുന്നവനാണ്. മഹത്വത്തിൽ ഞാൻ പ്രവേശിക്കും, അവിടെ ഞാൻ ജീവിക്കും, ആ റിലത്തിൽ ഞാൻ സഞ്ചരിക്കുമെന്ന് തീരുമാനിക്കുന്ന വ്യക്തി, ആമേൻ ആമേൻ, ഭൂമിയിലെ എല്ലാ ദുർഭൂതങ്ങളെയും തകർക്കുവാൻ അധികാരം ലഭിച്ചവനാണ്. അതൊരു ഡിഫറൻറ്റ് ലൈഫാണത്. ആ മഹത്വത്തിന്റെ അനുഭവം എന്ന് പറയുന്നത് ഡിഫറൻറ്റ് ലൈഫാണ്. അതൊരു ലൈഫാണ്. അവിടെയുണ്ട് ആ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തികൾ മനസ്സിലാക്കുക, അവിടെയുണ്ട് നമുക്ക് സംസാരിക്കാൻ ആൾക്കാർ, അവിടെയുണ്ട് നമുക്ക് കാണാൻ പ്രകാശം, അവിടെയുണ്ട് നമുക്ക് മറ്റൊരു നിറം, അവിടെയുണ്ട് നമുക്ക് മറ്റൊരു നിറം. ഒരിക്കലും ഈ നിറം അല്ല ഞാൻ മഹത്വത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലുള്ള എൻ്റെ നിറം. മീൻസ് എൻ്റെ സ്കിൻ കളർ ഇതല്ലെന്നാ ഞാൻ പറഞ്ഞു. എൻ്റെ സ്കിൻ കളർ ഇതല്ല. ഞാൻ മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ സ്കിൻ കളർ ഇതല്ല. മഹത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ കോൺവെർസേഷൻ നിങ്ങളോടല്ല, എൻ്റെ കോൺവെർസേഷൻ ഭൗമികമായതല്ല. മഹത്വത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എൻ്റെ വിഷൻസ് വേറെയാണ്, ഞാൻ കാണുന്ന കാര്യങ്ങൾ വേറെയാണ്, എൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് ലെവൽ വേറെയാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ആ തലം യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കാനുള്ള അഭിഷേകം ഞങ്ങളുടെ മേൽ പകരപ്പെടണമേ. യേശു, നിങ്ങൾ നോക്കിയേ, ഞാൻ ആ ഭാഗം പിന്നെ എടുക്കാന്ന്. നമുക്ക് ഫസ്റ്റ് ഒരു കാര്യം ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം ഒന്ന് നോക്കിയേ. യോഹന്നാന്റെ, പെട്ടെന്ന് വന്നേ, നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് കണക്ട് ആയി. ഞാൻ ഒരു പ്രത്യേക ദൈവ സാന്നിധ്യത്തിലാണ് ഇന്ന് ഇരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം അതിന്റെ 14-ാമത്തെ വാക്യം നിങ്ങളൊന്ന് നോക്കിയേ. വചനം, യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. ആദ്യമൊക്കെ നമുക്ക് ഓക്കെ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പലരും ഉണ്ട്, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. പലരും ഉണ്ട്, അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട്, കൃപയും സത്യവും നിറഞ്ഞവനായി. പക്ഷെ അതിൻ്റെ മുകളിൽ യോഹന്നാൻ കയറി സംസാരിക്കുന്ന ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. പക്ഷേ ഞങ്ങൾ അവൻ്റെ തേജസ്
കൃപയുണ്ടെന്ന് പറയുന്നോ, തേജസ്സിനും നമ്മൾ അവകാശികളാണ്. നമ്മൾ കൃപയിൽ നിൽക്കുക, തേജസ്സിലേക്ക് നമ്മൾ കയറുന്നില്ല. കർത്താവേ കൃപ വേണം, കർത്താവേ കൃപ എന്നോട് കൃപ തോന്നണമേ, കൃപ എൻ്റെ മേൽ പകരണമേ. നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൊന്നും ഒരു തെറ്റില്ല കേട്ടോ, ഒരു തെറ്റില്ല, അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ നമ്മൾ അവിടുന്ന് ഗ്ലോറിയുടെ റിലത്തിലേക്ക്, ആ ഒരു റിലത്തിലേക്ക് കയറിയെങ്കിൽ മാത്രമേ ദൈവത്തിന് സംസാരിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ മോള് ഇപ്പൊ അവൾ ഇരിക്കുന്നിടത്ത് നിന്ന് സംസാരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്നതിനും തിരിച്ചെനിക്ക് മറുപടി പറയുന്നതിനും പരിമിതികളുണ്ട്. എന്നാൽ അവൾ ഈ റൂമിലേക്ക് പ്രവേശിച്ചിട്ട് അവൾ മെല്ലെ ഒന്ന് സംസാരിച്ചാൽ മതി, എനിക്ക് കാര്യം പിടിക്കാൻ പറ്റും. അതിൻ്റെ ആത്മീയ അർത്ഥത്തിലേക്ക് വരുന്നു. ഗ്ലോറി റിലത്തിൽ പ്രവേശിച്ച ഒരു വ്യക്തി പ്രേയർ ലൈഫിൽ സഫർ ചെയ്യേണ്ട കാര്യമില്ല. ഒന്ന്, ഗ്ലോറി റിലത്തിലേക്ക് കയറിയാണ് ഒരു കാര്യം അല്ല. നമ്മുടെ ഓർഡിനറി ലെവലിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിച്ച് ഗ്ലോറി റിലത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവിടെ വെച്ചൊരു കമ്മ്യൂണിക്കേഷൻ നമ്മൾ ഒത്തിരി കിടന്ന് സഫർ ചെയ്യേണ്ട കാര്യമില്ല, ഒത്തിരി സാക്രിഫൈസ് ചെയ്യേണ്ട കാര്യമില്ല, ഒത്തിരി നമ്മൾ കിടന്ന് കമ്പൽ ചെയ്യേണ്ട കാര്യമില്ല, ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അത് വേറൊരു അനുഭവം തന്നെയാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. അങ്ങനെ മനസ്സിലാക്കാവുള്ളൂ. ഭൂമിയെയും ഗ്ലോറി റിലത്തിനെയും രണ്ട് അനുഭവമായിട്ടേ മനസ്സിലാക്കാൻ പാടുള്ളൂ. ഭൂമിയിൽ നിന്ന് ഞാൻ ഒരു വിഷയം ദൈവസന്നിധി പ്രാർത്ഥിക്കുമ്പോൾ അസാധാരണമായ പോരാട്ടങ്ങളുണ്ട്. ഞാൻ പോരാടും, ഞാൻ ചിലപ്പോൾ പ്രാർത്ഥന തടഞ്ഞു എന്ന് വരും, അത് ഞാൻ തിരിച്ചറിയുമ്പോൾ പൈശാചിക ശക്തികളെ വെട്ടി എന്ന് വരും. എന്നാൽ ഞാൻ ഗ്ലോറിയിൽ പ്രവേശിച്ചാൽ, ഈ ഗ്ലോറിയിൽ പ്രവേശിക്കാൻ ഒരു യുദ്ധമുണ്ടേ, അത് മറക്കല്ലേ. ഗ്ലോറിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഗ്ലോറിയിലാണ് ഞാനെങ്കിൽ ദൈവത്തിന് എന്നോട് സംസാരിക്കാനും എനിക്ക് ദൈവത്തോട് സംസാരിക്കാനും there is no barriers. ഈ മോശയെ കർത്താവ് ഭൂമിയിൽ നിന്ന് ഉയർന്ന പർവ്വതത്തിന്റെ അനുഭവത്തിലേക്ക് അദ്ദേഹത്തെ വിളിച്ചു. പൈശാചിക ശക്തികൾ വന്ന് കൽപ്പന തടഞ്ഞു എന്ന് നിങ്ങൾ വായിക്കുന്നുണ്ടോ? പൈശാചിക ശക്തികൾ അവിടെ വന്ന് കൽപ്പന കൊടുക്കരുതെന്ന് വാദിച്ചു എന്ന് നിങ്ങൾ വായിക്കുന്നുണ്ടോ? 40 ദിവസം കഴിഞ്ഞ് മോശ ഇറങ്ങി വന്നപ്പോൾ സ്കിൻ കളർ ചേഞ്ച് ആയി എന്ന് വചനം പറയുന്നു. സ്കിൻ കളർ ചേഞ്ച് ആയി. 40 ദിവസം കഴിഞ്ഞ് അദ്ദേഹം ഇറങ്ങി അഹരോന്റെയും ഇസ്രായേൽ മക്കളുടെ അടുത്ത് വന്നപ്പോൾ സ്കിൻ കളർ ചേഞ്ച്. അപ്പൊ ഗ്ലോറിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ കളറിന് പോലും ചേഞ്ച് ഉണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ ഈ വചനം കേൾക്കാൻ? എല്ലാവർക്കും മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നില്ല ഈ വാക്യം, അല്ലെങ്കിൽ ഈ പ്രസംഗം, ഈ മെസ്സേജ്. എന്നാൽ ഇത് തികച്ചും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കൊതിക്കുന്നവർക്കുള്ള സന്ദേശമാണ്. തികച്ചും ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം. സ്തോത്രം. ഞാൻ ഗ്ലോറിയെ കുറിച്ച് മാത്രമാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, കാരണം എനിക്കത് വേണം. സ്തോത്രം. ഞാൻ വലിയ BMW കാറിൽ വന്നിറങ്ങി, അല്ലെങ്കിൽ ഒരു ബെൻസിന്റെ A ക്ലാസ്സിൽ ഞാൻ വന്നിറങ്ങി. എടോ, ഗ്ലോറിയുടെ G പോലും എൻ്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ആ ലക്ഷങ്ങൾ വിലയുള്ള കാർ കൊണ്ട് എനിക്ക് എന്ത് പ്രയോജനം? ഞാൻ അങ്ങനെ ചിന്തിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ അതാ ഞാൻ തുടക്കത്തിൽ തന്നെ ആ 149 സങ്കീർത്തനം നിങ്ങളെ കൊണ്ട് വായിപ്പിച്ചേ. എന്തൊക്കെ എനിക്ക് കൈമോശം വന്നാൽ, അല്ല വിട്ടേച്ചു പോയാലും, ഈ അബ്രഹാമിനോട് ദൈവം ഇറങ്ങാൻ പറഞ്ഞല്ലോ. ഉൽപ്പത്തി പുസ്തകം 11-12 വായിക്കും പറയും, ഇറങ്ങാൻ പറഞ്ഞല്ലോ. ബന്ധുക്കളെ വിടണം, വീട് വിടണം, ചാർച്ചക്കാരെ വിടണം, മൃഗങ്ങളെ വിടണം, എല്ലാം വിടണം. ഒരു വാക്യം കർത്താവ് കൈ കൊടുത്തു. എന്താണെന്നറിയോ? ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ഈ ഒരു സാധനവും പിടിച്ചോണ്ട് ആ പുള്ളി പോകുന്നത്. ഇന്നാണെങ്കിൽ അച്ഛാ ലൊക്കേഷൻ കൂടെ ഒന്ന് അയച്ചേക്കണേ നമുക്ക് പറയാം. അന്ന് എന്തോ പറയും, അന്ന് സാറ്റലൈറ്റ് ഇല്ല, എന്തോ പറയും. കർത്താവ് പറയുമ്പോൾ ശരി, ഓക്കെ, ഞാൻ അനുസരിക്കാൻ കർത്താവ്, ഞാനുണ്ട്, ലൊക്കേഷൻ കൂടെ ഒന്ന് അയച്ചേക്കണേ. എന്തിന്? ആക്യുറസിക്ക് വേണ്ടിയാ. പക്ഷെ അന്ന് അബ്രഹാം മുറുകെ പിടിച്ച ആക്യുറസി ദൈവശബ്ദ കേട്ടോ, മനസ്സിലാക്കണേ, ദൈവശബ്ദ. മകളെ, ദൈവം പറഞ്ഞ ഒരു ശബ്ദത്തെ കൈമോശം വരുത്താതെ ദൈവം തന്ന വാക്കും ആ വാക്കും വാഗ്ദത്വം പ്രാപിക്കാൻ തന്ന വാളും ഇതാണെന്ന് പിടിക്കുന്ന, മനസ്സിലായില്ല?
ദൈവം ഒരു ദൂത് പറഞ്ഞാൽ, ദൈവം ഒരു സന്ദേശം തന്നാൽ, ദൈവം ഒരു വചനത്തിലൂടെ ഇടപെട്ടാൽ, ദൈവം ഒരു പ്രവചന ശബ്ദം പറഞ്ഞാൽ അത് ദൈവമാണ് പറഞ്ഞത് എന്ന ഉറപ്പ് കിട്ടിയതിന് ശേഷം അതിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ ഈ ശബ്ദം, ഈ വാഗ്ദത്തം പ്രാപിക്കാനുള്ള ശബ്ദവും ഈ വാഗ്ദത്തം പ്രാപിക്കാനുള്ള വാളുമായി നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഒരു ശബ്ദം തന്നെ വാഗ്ദത്തമായും വാളായും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഈ ഒരു സംഭവം പിടിച്ചോണ്ട അബ്രഹാം ബന്ധുക്കളെയും ചർച്ചക്കാരെയും വിട്ടിറങ്ങിയത്. എല്ലാം കൈമോശം വന്നിട്ടും അബ്രാമിന്റെ കയ്യിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ആ മനുഷ്യൻ എന്തും വിട്ടു, പക്ഷെ ഈ പിടിവിട്ടില്ല, ഈ ബന്ധം വിട്ടില്ല. എവിടെ ചെന്നാലും ഈ പിടിക്ക് വേണ്ടി ഒരു യാഗപീഠം, എവിടെ ചെന്നാലും ഈ പിടിക്ക് വേണ്ടി ഒരു കുടിൽ, എവിടെ ചെന്നാലും ഈ ഒരു ശബ്ദം കയ്യിൽ പിടിപ്പിച്ചവന് വേണ്ടി ഒരു ഹോമയാഗം, എവിടെ ചെന്നാലും ഈ ശബ്ദം കയ്യിൽ പിടിപ്പിച്ചവന് വേണ്ടി ഒരു യാഗപീഠം. കമാൺ, ഇന്ന് ദൈവാത്മാവ് സ്വദേശത്ത് നിന്ന് വിദേശത്തിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ, സ്വന്തം വീട്ടിൽ നിന്ന് അന്യ ഒരു വീട്ടിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ, സ്വന്തം ദേശത്ത് നിന്ന് അന്യദേശത്തിലേക്ക് പറഞ്ഞു വിട്ടപ്പോൾ, കുഞ്ഞേ, ദൈവം നിന്നെ അറിയിച്ച ശബ്ദം എന്തിയേ? നീ ദൈവത്തിന് വേണ്ടി പണിത യാഗപീഠം എന്തിയേ? നീ ദൈവത്തിന് വേണ്ടി കൊടുത്ത സമയം എന്തിയേ? നീ ദൈവസന്നിധിയിൽ സ്പെൻഡ് ചെയ്ത ടൈം എന്തിയേ? നീയും നിന്റെ ദൈവവുമായിട്ടുള്ള റിലേഷൻ എന്തിയേ? എല്ലാം കൈമോശം വന്നു. വീട് വിട്ടപ്പോ വീട്ടുടയവനെയും വിട്ടു, വീട് വിട്ടപ്പോ വീട് തന്നവനെയും വിട്ടു, വീട് വിട്ടപ്പോൾ ബന്ധങ്ങൾ അകന്നപ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളും അകന്നു. നോ, അബ്രഹാമിന്റെ ജീവിതം നോക്കി പഠിച്ചാൽ നമുക്ക് കാണാം, എല്ലാം വിട്ടെങ്കിലും ദൈവശബ്ദം വിട്ടില്ല, ദൈവത്തിന്റെ സന്ദേശം വിട്ടില്ല, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ വിട്ടില്ല. ഇത് ലൊക്കേഷൻ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള ബന്ധമല്ല, ഇത് ശരിയായ, മനസ്സിലായല്ലോ, ആ ലൈന, ഇത് ഡയറക്റ്റ് ലിങ്ക്, ഇത് വൈഫൈ കണക്ഷൻ അല്ല, ഇത് എതർനെറ്റ് കണക്ഷൻ ആണ്. ബന്ധമുണ്ട്, വയറും റൗട്ടറും തമ്മിൽ ബന്ധമുണ്ട്. പലർക്കും ഇന്ന് അതാണ് ഇല്ലാത്ത, എല്ലാവർക്കും വൈഫൈ മതി. ഓവർ ടു ഫോൺ വൈഫൈ മതി. ഇത് കണക്ഷൻ വേറെയാ. ഇത് സിസ്റ്റവും റൗട്ടറും തമ്മിൽ കണക്ഷൻ ഉള്ള ബന്ധം വിച്ഛേദിക്കപ്പെടാൻ സാധ്യത കിടയാതെ. പുരിഞ്ഞതാ അല്ല, വിട്ടു പോവരുതെന്നാ ഞാൻ പറഞ്ഞേ. കർത്താവ് നിൽക്കുന്ന നിലയിൽ നിന്ന് ഒരല്പമൊക്കെ ഉയർത്തും. പരീക്ഷണമാണെന്ന് മാത്രമേ കാണാവൂ കേട്ടോ. അത് നിൽക്കുന്ന നിലയിൽ നിന്ന് അല്പം ഒന്ന് ഉയർത്തും. പരീക്ഷണമാണെന്ന് കണ്ടാൽ മതി ആ ഉയർച്ച. നിന്നെ ദൈവം അത്രയൊന്ന് ഉയർത്തിയാൽ നീ എവിടെ കയറി കൊത്തുമെന്ന് ദൈവത്തിന് അറിയണം. അല്ല, എൻ്റെ അഭിപ്രായം അതാ, പരീക്ഷിച്ചതിന് ശേഷം അനുഗ്രഹിക്കാവുള്ളൂ. പരീക്ഷിച്ചതിന് ശേഷം അനുഗ്രഹിക്കാവുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് പ്രൈസ് ദി ലോർഡ്, അല്ല എങ്കിലേ ആ ബന്ധത്തിന് വിലയുള്ളൂ. കുറെ പ്രാർത്ഥിച്ചതിന് ശേഷം വിഷയങ്ങൾക്ക് വിടുതൽ കിട്ടാവുള്ളൂ. എൻ്റെ അഭിപ്രായം കേട്ടോ ഞാൻ പറഞ്ഞേ. നിങ്ങൾ ഇനി എന്നെ കണ്ണുരുട്ടി നോക്കിയിട്ടൊന്നും കാര്യമില്ല, ഞാൻ പറയും. കുറെ പ്രാർത്ഥിച്ചതിന് ശേഷം മറുപടി കൊടുക്കാവുള്ളൂ. കാരണം പെട്ടെന്ന് മറുപടി കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ബന്ധം വിച്ഛേദിക്കപ്പെടും. ഞാൻ അങ്ങനെയുള്ള ഒരുപാട് ബന്ധങ്ങൾ കാണുന്ന ആളാണ്. പ്രാർത്ഥിച്ചു, ഉടനെ സംഭവം നടന്നു, പിന്നെ ആളും ഇല്ല, ആളുടെ പൊടിയും ഇല്ല, ഒന്നുമില്ല. കുറച്ചൊക്കെ പ്രാർത്ഥിക്കാൻ പിടിച്ചിരുത്തുന്നതാണ് നല്ലത്. എന്താണെന്നറിയാമോ? പ്രാർത്ഥിക്കും തോറും നമ്മുടെ പ്രാണനും കൂടെ ദൈവമായിട്ട് കണക്റ്റ് ആവും. നമ്മുടെ ആത്മാവ് ദൈവമായിട്ട് കണക്റ്റ് ആവുമെന്ന് കേട്ടിട്ടുണ്ടല്ലേ നിങ്ങൾ? ഞാൻ പറയുന്നു, പ്രാണനും ആത്മാവും ശരീരവും ഒരുമിച്ച് ദൈവത്തിൽ കണക്റ്റായ ഒരു ജീവിതമാണ്. അതൊരു സോളിഡായിട്ടുള്ളൊരു ലൈഫാണത്. മറ്റേതാണ് ഒരു വചനം കേൾക്കുമ്പം പെട്ടെന്ന് കുളിരി വന്നിട്ടുള്ളൊരു സ്തോത്രം. അത് അന്നേരം ആത്മാവ് മാത്രം. അല്ലാത്ത സമയം പ്രാണൻ അതിൻ്റെ പണിക്ക് പോവും, ശരീരം അതിന് ഇഷ്ടപ്പെട്ട പണി ചെയ്യും, ആത്മാവ് എവിടെയെങ്കിലും ഇരുന്ന് ഉറങ്ങും. അപ്പോഴാണ് എവിടെയെങ്കിലും ഒരു പാട്ടിൻ്റെ ശബ്ദം, കർത്താവിനെ സ്തുതിച്ചുകൊണ്ടൊരു ശബ്ദം കേൾക്കും, അല്ലെങ്കിൽ ഒരു പാട്ട് കേൾക്കും, അല്ലെങ്കിൽ ഒരു വചനം കേൾക്കും. അപ്പോൾ ഒരു കുളിർമ വരും. ഒരു കുളിർമ വന്നാൽ സ്തോത്രം. എൻ്റെ പൊന്നു മക്കളെ, അത് സ്തോത്രമല്ല, അത് സൂത്രമാണ്. അത് പഴയ നിയമത്തിൽ പറയുന്നുണ്ടല്ലോ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, സൂത്രത്തിന്മേൽ സൂത്രം. പിന്നെന്തോ പറയുന്നത്, എന്തോ അതിനകത്ത് യെരമ്യാവാണെന്തോ പറയുന്നുണ്ട്. ഞാൻ അത് മറന്നുപോയി. ഞാൻ എപ്പോഴും ഒരിക്കൽ കണ്ടത് ആ ഒരു വാക്യം. കുറച്ച് നാളായി ആ ഒരു ഭാഗം വായിച്ചിട്ട്. സൂത്രപ്പണിയല്ല ഇത് ആദായത്തിന്മേൽ ആദായത്തിൻ്റെ പണിയല്ല. ഇത് ബന്ധം വേറെയാണ്,
ആ ബന്ധത്തിൻ്റെ ദൃഢത വേറെയാണ്. ഇത് നിയന്ത്രിക്കുന്ന ഗവൺമെൻറ്റേ വേറെയാണ്. നമുക്കിനി ഏത് പാർട്ടി പിടിയുണ്ടെന്ന് പറഞ്ഞാലും ആ പാർട്ടിയിൽ നമുക്ക് മെമ്പർഷിപ്പ് ഇല്ലെങ്കിൽ ഒരു ഗുണമില്ല. എൻ്റെ ഭക്തൻ, ദൈവത്തിൻ്റെ ഭക്തൻ മഹത്വത്തിൽ ആനന്ദിക്കട്ടെ. അത് വേറൊന്നും പറയാതെ ആനന്ദിക്കാൻ വേറൊന്നും ഇല്ലേ ഈ ഭൂമിയിൽ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ആനന്ദിക്കാൻ വേറൊന്നും ഇല്ലേ? പക്ഷെ മഹത്വത്തിൻ്റെ ആനന്ദം വേറെയാ. ഇവിടെ അതാ ഞാൻ പറഞ്ഞ, അബ്രാമിനെ അവിടെ ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഒരു ശബ്ദം ആ കൈ കൊടുത്ത പുള്ളി എല്ലാം വിട്ടെങ്കിലും വിട്ട കൂട്ടത്തിൽ അയ്യോ കൈ മോശം വന്നുപോയി. സഡൻലി ഞാൻ ഉദ്ദേശിച്ചില്ല, പെട്ടെന്ന് സംഭവിച്ചു പോയി, ഒരു ബലഹീനതയിൽ സംഭവിച്ചു പോയി. നോ, എത്ര 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 പരിശോധനകളുടെ നടുവിലും അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, അബ്രഹാമിന്റെ പ്രത്യേകത വിടാൻ തയ്യാറല്ല, കേൾക്കുന്ന ശബ്ദം വിടാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ടാണ് ആ മനുഷ്യൻ അബ്രഹാമിന്റെ മക്കൾ എന്ന് നമ്മളെല്ലാവരും വിളിക്കുന്നത്. കർത്താവ് അബ്രഹാമിന്റെ മക്കൾ. ഇവിടെ നിങ്ങൾ ഇതിലേക്ക് നോക്കി, വചനം ജഡമായി തീർന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യം, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. കാണത്തക്ക വണ്ണമുള്ള തേജസ് നമ്മുടെ ജീവിതത്തിൽ വരത്തില്ലേ? വരും. യോഹന്നാൻ കണ്ടു. നമ്മൾ പോട്ടെ, നമ്മുടെ ജീവിതത്തിൽ വന്നത് രണ്ടാമത് നോക്കാം. പക്ഷെ യോഹന്നാൻ കണ്ടു. നമ്മളിൽ എത്ര പേർ കണ്ടു ദൈവത്തിന്റെ മഹത്വം, ഗ്ലോറി? ഞങ്ങൾ അവന്റെ തേജസ്, ഞങ്ങൾ അവന്റെ തേജസ് എന്ന് തന്നെ അവിടെ എഴുതിയേക്കുന്നത്, ഗ്ലോറി എന്ന് തന്നെ എഴുതിയേക്കുന്നത്, ഗ്ലോറി എന്ന് തന്നെ എഴുതിയേക്കുന്നത്. See, and the word became flesh and dwelt among us, and we have seen his glory, glory as of the only son from the father, full of grace and truth. അവന്റെ തേജസ് ഞങ്ങൾ കണ്ടു. യോഹന്നാന്റെ കണ്ണിന്റെ അഭിഷേകം എന്തുവാന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മൾ കണ്ടു. മറ്റൊരുത്തന്റെ പ്രാർത്ഥനയിൽ എന്തോ കുറ്റമുണ്ട്, കണ്ടു. മറ്റൊരുത്തൻ വായിക്കുന്നതിൽ എന്തോ തെറ്റുണ്ട്, കണ്ടുപിടിച്ചു. സ്വന്തം ജീവിതത്തിലെ കുറ്റമോ കാണാൻ കാഴ്ചയില്ല. പുള്ളിയുടെ പ്രസംഗത്തിൽ കുറവ് എവിടെയുണ്ട്, കണ്ടു. പിന്നെ പുള്ളിക്ക് എന്തൊക്കെ കുറവുകളുണ്ടോ അതെല്ലാം അവിടെ നോട്ട് ചെയ്ത് വെക്കും. ഇവിടെ കാഴ്ച വേറെയാ കർത്താവ് കൊടുത്ത യോഹന്നാന്. അതുകൊണ്ട് സുവിശേഷം എഴുതാൻ പറ്റിയ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ മീൻസ് നമ്മളെ അല്ല കേട്ടോ ഉദ്ദേശിച്ചേ, പരാജയത്തിന്റെ കണക്കുകൾ എഴുതി കൂട്ടി വെക്കുമ്പോൾ നമ്മൾ നോക്കണം, ഇവിടെ സുവിശേഷം എഴുതിയ ഭക്തൻ കണ്ട കാഴ്ച വേറെ ആയതുകൊണ്ട്. തലവര മാറണോ, വിധി മാറണോ, ശത്രുവിന്റെ പ്രവചനങ്ങൾ നമ്മുടെ ജീവിതം വിട്ടു മാറണോ, സുവിശേഷം എഴുതത്തക്ക നിലയിൽ നമ്മുടെ കണ്ണുകളുടെ മേലൊരു അഭിഷേകം വെളിപ്പെടട്ടെ. കാണേണ്ടത് കാണട്ടെ, കാണേണ്ടവന്റെ മഹത്വം നമ്മൾ കാണട്ടെ. മറ്റുള്ളവന്റെ കുറവും കുറ്റമൊക്കെ അവനും ദൈവമായിട്ട് തീർത്തോളൂ. പ്രൈസ് ടു ജീസസ്. ഞാൻ നന്നാവാത്തത് പുള്ളി നന്നാവാത്തതുകൊണ്ടാന്നാ പറയുന്നത്. ഞാൻ പ്രാർത്ഥിക്കാത്തത് പുള്ളിയുടെ കുറവ് കൊണ്ടാന്നാ പറയുന്നത്. എവിടെ പോയി ഇടിച്ചു നിൽക്കുവോ എന്തോ. ഹല്ലേലൂയ. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. യോഹന്നാൻ എഴുതിയ കാര്യം കേട്ടോ. ഇനി നിങ്ങളെ ഞാൻ നേരെ കൊണ്ടുവന്ന ലൂക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം. ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞല്ലോ, ഗ്ലോറിയിൽ ഒരു വ്യക്തി കയറിക്കഴിഞ്ഞാൽ അവന്റെ റിലേ ഏകദേശമൊക്കെ പോയ ഒരു മട്ട. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 9-ാമത്തെ അധ്യായം 28-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് ഓടി വന്നേ. എല്ലാവരും ബൈബിൾ ഉണ്ടെങ്കിൽ ബൈബിൾ എടുത്ത് തുറക്കണം കേട്ടോ. ഈ വാക്കുകളെ പറഞ്ഞിട്ട് ഏകദേശം 8 നാൾ കഴിഞ്ഞപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും യാക്കോബിനെയും, അതിലുള്ള യോഹന്നാനാണ് ഇപ്പൊ പറഞ്ഞത്, ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. ഞങ്ങൾ അവന്റെ തേജസ് കണ്ടു. കടലിലെ മാറ്റങ്ങൾ കണ്ണടച്ചുകൊണ്ട് പ്രവചിച്ചു പറയും ഈ പറയുന്ന ആൾക്കാർ മൂന്നും. കടലിന്റെ സ്വഭാവം ഏതൊറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും പറയും ഈ മൂന്ന് കൂട്ടരും. കടലിന്റെ മാറ്റം, കാലാവസ്ഥയുടെ മാറ്റം, മീനിന്റെ പെരുപ്പം, മീനിന്റെ സ്വഭാവം, ഓരോ ഇനം മീന് കിട്ടുന്ന സ്ഥലം, ഇതെല്ലാം ഇവര് പറയുമായിരുന്നു. പക്ഷേ ഗ്ലോറിയിലോട്ട് കയറിയപ്പോ നിലപാടും നിലവാരവും മാറി. സഹോദര സഹോദരി, നമ്മുടെ നിലവാരവും മാറ്റുന്നത് ദൈവത്തിന്റെ മഹത്വം അടുത്തറിയുമ്പോഴാണ്.
ദൈവത്തിൻ്റെ മഹത്വം അടുത്തറിയുമ്പോഴാണ്. ഹല്ലേലൂയ. വചനം നോക്കിയേ. പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. അവൻ പ്രാർത്ഥിക്കുമ്പോൾ, ഈ അവൻ യേശുവാണ്. ഇപ്പൊ സ്കിന്ന് മാറുകയാണ്. അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിന്റെ ഭാവം മാറി, ഉടുപ്പ് മിന്നുന്ന വെള്ളയായും തീർന്നു. 2 പുരുഷന്മാർ അവനോട് സംഭാഷിച്ചു. 3 കാര്യങ്ങൾ. 1, ഭാവം മാറി. 2, വസ്ത്രം മാറി. 3, സംഭാഷണം മാറി. ഗ്ലോറിയിൽ കയറിയപ്പോൾ യേശുവിന്റെ കാര്യം ഞാനീ പറയുന്നത്. താഴ്ന്ന ഭൂമിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ കയറിപ്പോയത് തന്നെ. നമ്മൾ വീട്ടിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് മലയിലിരുന്ന് പ്രാർത്ഥിച്ചു, അത്രയേ ഉള്ളൂ വ്യത്യാസം. പ്രാർത്ഥനയൊക്കെ ഒരൊറ്റ വ്യക്തിയോട് തന്നെ. പക്ഷേ നമ്മുടെ ഭാവം മാറി. പക്ഷെ അത് പറയാൻ പറ്റാത്ത ഭാവമാണെന്ന് മാത്രം. പ്രാർത്ഥിക്കുന്നുവെങ്കിലും ഭാവത്തിനൊരു വ്യത്യാസമില്ല. ഭാവം മാറേണ്ട പോലെ മാറേണ്ട സമയത്ത് മാറുന്നുണ്ട്. പ്രാർത്ഥനയ്ക്കൊന്നും കുറവില്ല. നമ്പർ 2, വസ്ത്രത്തിന്റെ തേജസ് മാറി. നമ്പർ 3, സംഭാഷണം മാറി. സംഭാഷിക്കുന്ന വ്യക്തികൾ മാറി. ഏലിയാവും മോശയും ഗ്ലോറിയിൽ വെളിപ്പെട്ടു, യേശുവിനോട് സംഭാഷിച്ചു. ഗ്ലോറി റിലത്തിൽ ജീവിക്കുന്ന വ്യക്തികളുടെ സംഭാഷണം ദൈവവും തൻ്റെ ദൂതന്മാരുമായിട്ടായിരിക്കും. അവൻ ദൈവശബ്ദം കേൾക്കും. പ്രാർത്ഥനയുടെ ഉയർന്ന അളവിനെക്കുറിച്ചും പ്രാർത്ഥനയുടെ വ്യത്യാസത്തെക്കുറിച്ചുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഉയർന്ന അളവിലുള്ള മണ്ഡലം പിടിച്ച വ്യക്തികളോട് ചോദിച്ചാൽ അറിയാം, ദൈവശബ്ദം അവർക്ക് കേൾക്കാൻ പറ്റും. അവർക്ക് ദൈവത്തിന്റെ മഹത്വം അറിയാൻ പറ്റും. അവർ പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ അവരുടെ മുഖവും ആ ഒരു പ്രസന്നതയുണ്ടാവും, തേജസ് ഉണ്ടാവും. ഞാൻ ഇന്ന് ഈ പ്രസംഗിച്ചിടുന്നത് പ്രവചനമായി നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ പതിയട്ടെ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത്. ഉയർന്ന അളവിലെ ഗ്ലോറി. പത്രോസ്, യോഹന്നാൻ, യാക്കോബ് പ്രാർത്ഥിക്കാൻ വിളിച്ചുകൊണ്ട് കയറിപ്പോയ വ്യക്തികളാണ് 3 പേര്. പക്ഷെ യേശു സംഭാഷിച്ചത് അവരുമായിട്ടല്ല. യേശുവിന്റെ സംഭാഷണം ഗ്ലോറി റിലത്തിലാണ്. മോശ, ഏലിയാവ് ആയിട്ടാണ്. ദൈവസ്വരം താൻ കേൾക്കുന്നു, ദൈവിക കാഴ്ചകൾ താൻ കാണുന്നു. ആ ഉയർന്ന അളവിലുള്ള പ്രാർത്ഥനയെക്കുറിച്ച് തൻ്റെ 3 ശിഷ്യന്മാരെ യേശു പഠിപ്പിച്ചു. ശിഷ്യന്മാർ അത് നമുക്ക് പകർന്നു തന്നു. ഹല്ലേലൂയ. ഉടൻ പത്രോസിന്റെ സംഭാഷണ രീതി നോക്കണം. എനിക്കെന്തോ കിട്ടും, ഞാൻ കൂടെ ഇറങ്ങി എനിക്കെന്തോ കിട്ടും, ഞാൻ കൂടെ നിന്ന ഡെയിലി എനിക്ക് എത്രയുണ്ട് ഇൻകം, എൻ്റെ വേതനം എത്ര, ഞാൻ ഈ വള്ളവും വലയും ഉപേക്ഷിച്ചാൽ എനിക്ക് എന്തുണ്ട് റെമ്യൂണറേഷൻ, ഇതൊക്കെ ചോദിച്ച വ്യക്തി തേജസ്സിന്റെ നിഴല് തട്ടിയപ്പോൾ സംസാരിക്കുന്ന രീതി നോക്കണേ. ഗുരു, നാം ഇവിടെ 33-ാമത്തെ വാക്യം. ഗുരു, നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഞങ്ങൾ 3 കുടിൽ ഉണ്ടാക്കട്ടെ, 1 നിനക്കും, 1 മോശയ്ക്കും, 1 ഏലിയാവിനും എന്ന് താൻ പറയുന്നത് ഇന്നത് എന്ന് അറിയാതെ പറഞ്ഞു. കയ്യിന്ന് പോയി എന്ന് പറയും. നമ്മൾ കയ്യിന്ന് പോയി എന്ന് പറയും. എനിക്കറിയാം, അല്പസമയം കിട്ടിയ ഓടിച്ചെന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരെ. വട്ടുണ്ടായിട്ടല്ല കേട്ടോ. ആ ഉയർന്ന അളവിന്റെ സുഖം മനസ്സിലാക്കിയതുകൊണ്ട്. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ആൾക്കാരുണ്ട്. വെറുതെ അല്ല കേട്ടോ. അവിടുത്തെ ആ സുഖം മനസ്സിലാക്കിയുണ്ട്. അതൊരു സുഖ. പത്രോസ് ആ സുഖം പിടിച്ചു. ആൾ ഉറങ്ങുമായിരുന്നു, പക്ഷെ തേജസ്സിന്റെ നിഴല് തട്ടിയതേ ഉള്ളൂ. ആൾക്ക് ഉറക്കം പോയി കിട്ടി. ആൾ പറയാം, ഞങ്ങൾ 3 കുടിലുണ്ടാക്കട്ടെ യേശുവേ. നമ്മൾ ഇവിടെ ഇരിക്കുന്നതല്ലേ നല്ലത്. എന്തിനാ ഈ താഴെ പോയി വേണ്ടാത്തൊക്കെ നമ്മൾ പിടിക്കുന്നത്? നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നല്ലത്. ഭക്തനെ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. പത്രോസ് പറഞ്ഞത് ശരിയാ. നമ്മൾ ഇവിടെ നിൽക്കുന്നതും ഇവിടെ തുടരുന്നതും ഈ തലത്തിൽ ഇരിക്കുന്നതാണ് നമുക്ക് നല്ലത്. പക്ഷെ വേല ഭൂമിയിലാണെങ്കിലും നിലവാരം നമ്മുടേത് ഉയർന്ന അളവിലായിരിക്കണം. നിങ്ങൾ ഫേസ് ചെയ്യാനുള്ളത് ഭൂമിയിലാണ്. നമ്മളെ ഭൂമിയിലെ ആൾക്കാരായിട്ടാണ് കർത്താവ് സൃഷ്ടിച്ചേക്കുന്നത്, അന്യഗ്രഹ ജീവികളായിട്ടൊന്നും അല്ല. നമ്മളെ ഭൂമിയിലെ ആൾക്കാരായിട്ടാണ് സൃഷ്ടിച്ചേക്കുന്നത്. നമ്മളെ കർത്താവ് ഇവിടെ ആക്കിയതാ, ഭൂമിയിലാക്കിയതാ. പ്രൈസ് ടു ജീസസ്. ഇവിടെ ആക്കിയതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ ഇവിടെ വാഴാനാ കർത്താവ് നമ്മളെ ഇവിടെ ആക്കിയേ. ഒരു ആമേൻ പറഞ്ഞേ നിങ്ങൾ. ഇവിടെ വാഴണമെന്ന ആഗ്രഹത്തോടെ നമ്മളെ കർത്താവ് ഇവിടെ ആക്കിയത്. പക്ഷേ ഇവിടുന്ന് നമ്മുടെ വേല ഇവിടെ തന്നെ. നമ്മൾ ചിലതൊക്കെ ഫേസ് ചെയ്യേണ്ടത് ഇവിടെ തന്നെ, ഭൂമിയാ. നമുക്ക് ഇവിടുന്ന് ഒരു മാറ്റമൊന്നുമില്ല. മാറ്റം കർത്താവ് വരുമ്പോഴേ ഉള്ളൂ.
കർത്താവ് വരുന്ന സമയം വരെ നമുക്ക് ഇവിടെ ഒരു മാറ്റം ദൈവം കൽപ്പിച്ചിട്ടുണ്ട്. വരുന്ന സമയത്ത് അതുവരെ നമ്മൾ ഈ ഭൂമിയിൽ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ പത്രോസ് പിടിച്ചത് കറക്റ്റാ. എന്താണെന്നറിയോ? നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്, നാം ഈ അനുഭവത്തിൽ ഇരിക്കുന്നത് നല്ലത്, പക്ഷേ നാം താഴേക്ക് പോകണ്ട. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നാണ്. നാം ആ അനുഭവത്തിൽ നിൽക്കുന്നത് നല്ലത്, നീ കണ്ടത് നല്ലത്, നീ പറഞ്ഞത് നല്ലത്, നീ തുടരേണ്ടതും ഈ അനുഭവത്തിൽ തന്നെ. പക്ഷെ വേല താഴെ ആയതുകൊണ്ടാ ഉയർന്ന അളവിൽ നിന്ന് പ്രാപിച്ചിട്ട് യേശു താഴെ വന്ന് ജനത്തെ ശുശ്രൂഷിച്ചത്, സാത്താനിയ ശക്തികളോട് ഇടപെട്ടത്, അതിനെ കീഴ്പ്പെടുത്തിയത്. ഇത് പിടിക്കാത്ത ശിഷ്യന്മാരാ, അവർക്ക് കീഴ്പ്പെടാത്തതും കൂടെ യേശുവിന് കീഴ്പ്പെട്ടു. തലം വേറെ പിടിച്ചതുകൊണ്ടാണ് യേശു. പിന്നെ പത്രോസിന്റെ ശുശ്രൂഷ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ശുശ്രൂഷ യേശു പോയതിനു ശേഷമുള്ള ശുശ്രൂഷയുടെ കാര്യമാണ് പറയുന്നത്. അതിനുശേഷം പുള്ളി ഫിയറായി, പുള്ളി കുറച്ചൊക്കെ ഒന്ന് പുറകിലോട്ട് പോയി, അതൊക്കെ സത്യ. പക്ഷെ ഈ മഹത്വം കണ്ട പത്രോസ് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് കൊണ്ടുവരാം ആ സ്റ്റേറ്റ്മെന്റ്. പത്രോസ് ആ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ആ ഉറച്ചു നിൽക്കാനുള്ള കാരണം ഈ മഹത്വം കണ്ടതുകൊണ്ട്. നമ്മൾ ഈ ഭൂമിയിൽ പല പരീക്ഷണങ്ങൾ നേരിടുമ്പോഴും പല പോരാട്ടങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. നിങ്ങൾ നിൽക്കേണ്ട ഒരു ലെവല് കർത്താവ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലെവലിന് താഴെ പോകരുത്. പ്രാർത്ഥനയായാലും ബന്ധങ്ങളായാലും കൂട്ടായാലും എന്താണെങ്കിലും ആ നിലവാരത്തിന് താഴെ പോകരുത്. സംസാരമാണെങ്കിലും ആ നിലവാരത്തിന് താഴെ പോകരുത്. യേശുവിൻ്റെ സംസാരം നിങ്ങൾ എപ്പോഴെങ്കിലും യേശു കളിവാക്കും പൊട്ടച്ചൊല്ലും പൊട്ടത്തരവും ആർക്കും സൂഹിക്കാത്ത കോമഡിയും പറയുന്നത് കേട്ടിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ഈ ബൈബിളിൽ കേട്ടിട്ടുണ്ടോ? ഇല്ല. ആർക്കും മനസ്സിലാകാത്ത എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഗ്രഹിക്കാൻ കൃപയുള്ളവർക്ക് ഗ്രഹിച്ചു. സംസാരത്തിന്റെ നിലവാരത്തെ കാണിക്കുന്നു. ഗ്ലോറി, സംസാരത്തിന്റെ നിലവാരം. സംസാരിക്കേണ്ട വ്യക്തികൾ എന്ന് പറഞ്ഞ് താഴെ സാമ്പത്തികമായി താഴ്ന്നവരെ കാണുമ്പം കണ്ണടച്ച് നടക്കണമെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്നാൽ നിങ്ങൾക്ക് യേശുവിനെ കാണാൻ പറ്റുന്നത് ചുങ്കക്കാരോടും പാപികളായ സ്ത്രീകളോടും മാത്രമാണ്. നമ്മുടെ സംസാര രീതി, നമ്മുടെ ജീവിത രീതി എങ്ങനെ? നമ്മുടെ ജീവിത രീതി ഉയർന്ന അളവിലുള്ള എങ്ങനത്തെയാണ് ഞാൻ പറയുന്നത്? ആത്മീയമായ ഉയർന്ന അളവ രീതി. നാം കാത്തു സൂക്ഷിക്കേണ്ട ആ ഒരു തേജസ്. ഇത് കണ്ടപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, ഇതല്ലേ നല്ലത്. നമ്മൾ ഭൂമിയിൽ പലതും നല്ലതെന്ന് പറയും. പത്രോസ് എന്താ പറയുന്നത്? ഇതല്ലേ നല്ലത്. ഇതുവരെ ഇയാൾക്ക് ഇത് മനസ്സിലായില്ലല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പക്ഷെ പത്രോസ് പറയുക, ഇതല്ലേ നല്ലത്, ഇതല്ലേ നല്ലത്. യേശുവിനോട് ചോദിക്കുന്നതാ, ഇതല്ലേ നല്ലത്. അല്ലേ യോഹന്നാനെ, അല്ലേ യാക്കോബേ, നമുക്ക് ഇതല്ലേ നല്ലത്. കാര്യം പോയ പോക്ക് കണ്ടോ? ഇതല്ലേ നല്ലത്. നമുക്ക് ഇവിടെ തുടരുന്നതല്ലേ നല്ലത്, ഇവിടെ ജീവിക്കുന്നതല്ലേ നല്ലത്, ഇവിടെ ഇരിക്കുന്നതല്ലേ നല്ലത്, ഇവിടെ നമുക്ക് കണ്ടിന്യൂ ചെയ്യുന്നതല്ലേ നല്ലത്. എന്നാൽ ഭൂമിയിലേക്ക് ഇറങ്ങിയപ്പോഴോ അദ്ദേഹം യേശു എൻ്റെ കൂടെ പോയോ, ഞാൻ അറിയത്തുപോലും ഇല്ല അങ്ങനെ ഒരു വ്യക്തിയെ എന്ന് പറയുന്ന അളവിൽ മക്കളെ, ജീവിക്കേണ്ടത് ഭൂമിയില്ല, ശരീരം കൊണ്ട് ജീവിക്കേണ്ടത് ഭൂമിയില്ല. പക്ഷേ നാം ആത്മാവ് കൊണ്ട് ജീവിക്കേണ്ടത് ഉയർന്ന അളവില്ല. പലരും ഇടറിപ്പോകുന്നത് അവിടെയാണ്. പ്രാർത്ഥിക്കുമ്പോൾ ഹൈ പവറാണ്, ഹൈ വോൾട്ടാണ്. പക്ഷെ നമ്മൾ ഭൗമിക അനുഭവത്തിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് പറ്റുന്നില്ല പലയിടത്തും പിടിച്ചു നിൽക്കാൻ. പക്ഷെ നിങ്ങൾ യേശുവിനെ നോക്ക്. ഉയർന്ന അളവിലേക്ക് കർത്താവ് കയറുമ്പോൾ ഉള്ള വോൾട്ടും ചാർജും പവറും തീയും മാത്രമല്ല, താഴ്ന്ന ഭൂമിയിലേക്ക് വരുമ്പോൾ മാറി കോടതികളിൽ നിൽക്കേണ്ടി വന്നപ്പോൾ ആമേൻ ഉയർന്ന ഭാരമുള്ള കുരിശ് തന്റെ ചുമലിൽ എടുക്കേണ്ടി വന്നപ്പോൾ അതിന് തൊട്ടു മുൻപേ തന്റെ ശരീരത്തിൽ ചമ്മട്ടികളാൽ അടികളേറ്റപ്പോൾ അതിനു മുൻപേ താൻ സൃഷ്ടിച്ച തന്റെ സൃഷ്ടികളായി സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യനിൽ നിന്ന് തന്നെ കുത്തുവാക്കുകളേറ്റപ്പോൾ, പരിഹാസങ്ങളേറ്റപ്പോൾ, തുപ്പിയപ്പോൾ, തന്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയപ്പോൾ, തന്റെ വസ്ത്രത്തെ പറിച്ചു കീറി ചീട്ടിട്ടപ്പോൾ ഒക്കെയും വേരി ചെയ്യാത്ത വികാരത്തോടെ, ഒരേ സ്വഭാവം, ഒരേ വികാരം, ഒരേ മനോഭാവം. യേശുവിന് കാത്തു സൂക്ഷിക്കാൻ പറ്റിയത് ശരീരം മാത്രമേ ഭൂമിയിലുള്ളൂ. ബാക്കിയെല്ലാം ഉയർന്ന അളവില. പിതാവുമായിട്ടുള്ള ബന്ധം കളഞ്ഞേച്ചല്ല ഇവിടെ വന്നേ, തന്റെ ദൈവത്വം അവിടെ വെച്ച് വേഷത്തിൽ മനുഷ്യനായി വന്നു. എന്നാൽ പിതാവുമായ ഉയർന്ന അളവിലുള്ള ബന്ധം താൻ കാത്തു സൂക്ഷിച്ചിരുന്നു. ഭൂമിയിൽ
കുത്തുവാക്കുണ്ട്, ഭൂമിയിൽ പരിഹാസമുണ്ട്, ഭൂമിയിൽ ചമ്മട്ടിയേടിയുണ്ട്, ഭൂമിയിൽ നമ്മളെ കാർക്കിച്ചു തുപ്പുന്ന അനുഭവങ്ങളുണ്ട്, ഭൂമിയിൽ നമ്മെ അധിക്ഷേപിക്കുന്ന അനുഭവങ്ങളുണ്ട്, വസ്ത്രത്തെ പറിച്ചു കീറുന്ന അനുഭവം, അധിക്ഷേപിക്കുന്ന അനുഭവം, അപമാനപ്പെടുത്തുന്ന അനുഭവം, ചീട്ടിടുന്ന അനുഭവങ്ങളുണ്ട്. പക്ഷേ അതിൻ്റെ മധ്യത്തിലും വിശ്വാസം കൈവിടാതെ വാള് കൈക്കിലിരിക്കട്ടെ നമ്മൾ സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ വിശ്വാസം കൈവിടാതെ നമുക്ക് തുടരണമെന്നുണ്ടെങ്കിൽ ഉയർന്ന അളവിൽ അഭിഷേകം വേണം. എൻ്റെ സമയം ഇവിടെ കഴിയുക. സ്തോത്രം. പത്രോസിന്റെ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യത്തിലേക്കും കൂടെ ഒന്ന് വന്നേ, നമുക്ക് എന്നിട്ട് പ്രാർത്ഥിക്കാം. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. നിങ്ങളിലുള്ള മൂപ്പന്മാരെ ഒരു കൂട്ടുമൂപ്പനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയും വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ പ്രബോധിപ്പിക്കുന്നത്. വെളിപ്പെടുവാനുള്ള തേജസ്സിന് കൂട്ടാളിയുമായ ഞാൻ. അന്ന് കണ്ടപ്പോൾ ഈ വാക്ക് പറയുന്നു നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? ആ തേജസ് കണ്ടപ്പോൾ ഈ വാക്ക് പറയുന്ന ആരെങ്കിലും അറിഞ്ഞോ? ഹല്ലേലൂയ. നിങ്ങൾക്കൊരു മഹത്വത്തിന്റെ സാക്ഷിയാകാൻ ആഗ്രഹമുണ്ടോ? നിങ്ങൾക്കൊരു ഉയർന്ന മഹത്വത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ദൈവമക്കളെ, ഇത്ര അറിയുക, മഹത്വത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവന് ഭൂമിയിൽ പോരാട്ടങ്ങളുണ്ട്. എന്നാൽ അതിന് വശംവദനാകാതെ ശരീരം ഭൂമിയിലെങ്കിലും ആത്മാവ് കൊണ്ട് ശരീരത്തെയും ചിന്തകളെയും പ്രാണനെയും വാക്കിനെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു സ്വർഗീയ കടിഞ്ഞാണിട്ടവനാണ് മഹത്വത്തിൽ പ്രവേശിക്കാനും മഹത്വത്തിൽ വസിക്കാനും കഴിയുന്നത്. ഗ്ലോറി ലൈഫ്, ഗ്ലോറിയസ് ലൈഫ്, ഒരു ന്യൂ ഗ്ലോറി നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവിന്ന് പകർന്നു തരട്ടെ. വെളിപ്പാട് പുസ്തകം നോക്കിയേ. വെളിപ്പാട് പുസ്തകം 1:7 നിങ്ങൾ നോക്കിയേ. വെളിപ്പാട് പുസ്തകം 1:7. ഷാഖാമായ ഖറ്റാലായ. ഓ മൈറ്റി ജീസസ്. വെളിപ്പാട് പുസ്തകം 1:7. ഞാനിവിടെ നോട്ട് ചെയ്തതിൽ ജീസസ് in the name of Jesus. അതിന്റെ 17 നോക്കിയേ. ഞാൻ അവനെ കണ്ടിട്ട് മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലം കൈ എൻ്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. നീ കണ്ടതും ഇപ്പോൾ ഉള്ളതും ഇനി സംഭവിപ്പാനിരിക്കുന്നതും എൻ്റെ വലം കൈയിൽ കണ്ട 7 നക്ഷത്രത്തിൻ്റെ മർമ്മവും 7 പൊൻനിലവിളക്കിൻ്റെ വിവരവും എഴുതുക. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു. 7 നിലവിളക്ക് 7 സഭകൾ ആകുന്നു എന്ന് കൽപ്പിച്ചു. കണ്ട മഹത്വം. ഇന്ന് ഈ സന്ദേശത്തിന് ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോൾ ഇവിടുന്ന് ഇനി ഒരു തുടർച്ച ഉണ്ടാകേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന ഗ്ലോറിയിലാണ്. ഇതുവരെ അങ്ങനെ ഒരു അനുഭവത്തിൽ നമുക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഇന്ന് ആ ഉയർന്ന അളവിലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. മേ ബി ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും.
നിങ്ങളുടെ ശരീരത്തെ തൊടും. നിങ്ങൾ ആ ഒരു ആത്മവിവശതയിലേക്ക് പ്രവേശിക്കട്ടെ. ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നത്, ഒരാത്മവിവശതയിലേക്ക് പ്രവേശിക്കട്ടെ. യോഹന്നാൻ വീണതുപോലെ. പിന്നെ കണ്ണു തുറക്കുന്നത് ഉയർന്ന അളവിലേക്കായിരിക്കട്ടെ. അടയുന്ന കണ്ണിനി തുറക്കുന്നത് ആ മഹത്വം കണ്ടുകൊണ്ടായിരിക്കട്ടെ. എല്ലാ കണ്ണുകളും കർത്താവിൻ്റെ സന്നിധിയിൽ ഭയഭക്തിയോടെ അടച്ച് ലേംബ്ര ലബാഷൈഠ ഒന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച്, ഒന്ന് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച്, കമോൺ, എല്ലാ തരങ്ങളും, എല്ലാ വായും ഷൈഡൽ പ്രബാൽ ഖമാന റഗദശമ്മ ആത്മാവിൽ പ്രാർത്ഥിച്ച് റബശബ്ദലേ റഗൽക്കര. ഇന്ന് ആ ദൈവസ്വരം എനിക്ക് കേൾക്കാൻ പറ്റിയാൽ ഐ ആം ബ്ലെസ്സഡ്. ലേം തോനു ഷെറ്റേലയ, എനിക്ക് ആ ശബ്ദം കേൾക്കാൻ പറ്റിയാൽ ഞാൻ ബ്ലെസ്സഡാ. യോഹന്നാൻ കണ്ടതുപോലെ കാണാൻ പറ്റിയാൽ അതൊരു ബ്ലെസ്സിങ്. യോഹന്നാൻ കേട്ടതുപോലെ കേൾക്കാൻ പറ്റിയാൽ അതൊരു ബ്ലെസ്സിങ്. ഹോളി സ്പിരിറ്റ് ലാംതുനോ റിഗാന്തബശമ. അപ്പാ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കയ്യിലേക്ക് തരികയാ. ഇന്ന് ഞങ്ങൾ ദൈവത്തിങ്കിൽ നിന്ന് പുതിയൊരു ശക്തി പ്രാപിക്കേണ്ടതിന് ഞങ്ങളെ അങ്ങയുടെ കയ്യിലേക്ക് വിട്ടുതരുന്നു. എന്നെ കാണുന്ന ഓരോ ജനവും പരിശുദ്ധാത്മാവിൽ സ്പർശിക്കപ്പെടാൻ, ദൈവാത്മാവിൽ നിറയാൻ ഞാൻ ഈ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു. ഓ റിമശഖേന ലഗഥോ റോസി പ്രബോല രാഗ്ധുനി റിഛന്ധനി ഖിഥുന റസീപ എല്ലാധുനി തി ഏഹോ അസി ഔഷലബഹതു റഖഥ ശഖഥര ലെഥുറു ഹുലോ എഥുർന ഫിലാം യഥർശബ്ദൽബ. ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കും, എന്തോ എന്നോട് കർത്താവ് പറയും, എന്തോ എതിർപ്പിന്റെ ശക്തികളൊക്കെ കത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഈ ഒരു മിനിറ്റിൽ ഞാൻ ഈ ഗ്ലോറിയെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എതിർപ്പുകൾ തകർന്നു പോകുന്ന പോലെ, കത്തി മാറുന്ന പോലത്തെ ഒരു തേജസ്. അല്ല, പുറപ്പാട് പുസ്തകത്തിലും ആവർത്തന പുസ്തകത്തിലൊക്കെ ഇസ്രായേൽ മക്കൾ ദൈവത്തിന്റെ തേജസ്സിനെ പർവ്വതത്തിന്റെ മുകളിൽ കണ്ടത് കത്തുന്ന തീ പോലെ ആയിരുന്നില്ലേ? കത്തുന്ന തീ പോലെ അവർക്ക് തോന്നി എന്നാണ് എബ്രായ ലേഖനത്തിൽ ലേഖകൻ പറയുന്നത്. കത്തുന്ന തീ പോലെ അവർക്ക് തോന്നി. യെസ്, ഈ തേജസ് ചിലതിനെ ദഹിപ്പിക്കുന്നതാണ്, ഈ തേജസ് മറയ്ക്കുന്നതാണ്, ഈ തേജസ് ജയിപ്പിക്കുന്നതാണ്. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവ തേജസ് ഇന്ന് ഇതിനകത്ത് വെളിപ്പെടട്ടെ. In the name of Jesus. കർത്താവ് എന്നോട് പറയുന്നു, ആ തേജസ് ഇന്ന് ഇതിനകത്ത് വെളിപ്പെടുന്നു. തോറായിൽ നമ്മൾ വായിച്ച തേജസ്, തോറായിൽ മോശയിക പുസ്തകത്തിൽ നമ്മൾ കണ്ട ദൈവത്തിന്റെ തേജസ്, ആ പഴയ നിയമമാകുന്ന തോറ, അതിനകത്ത് കണ്ട തേജസ് ഇന്ന് കുടുംബങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ, ഭവനങ്ങളിൽ വെളിപ്പെടട്ടെ. ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗ് 2 പ്ലാറ്റ്ഫോമിലും അത് വെളിപ്പെടട്ടെ. കത്താത്ത ഒരു തീയായി, കത്താത്തൊരു തീയായി, അണയാത്ത തീയായി ആ തേജസ് in the name of Jesus. അതെ, ആ തേജസ്സിന്റെ കൊതിയന്മാരിലേക്ക് ആ തേജസ് ഇപ്പോൾ പതിക്കട്ടെ. ഞാൻ ദൈവത്തോട് ചോദിക്കുന്നു, പപ്പ, ആ തേജസ് ഞങ്ങളുടെ മേൽ ഉദിക്കട്ടെ. In the name of Jesus. ആ തേജസ്സിന്റെ ക്വാളിറ്റിയിലേക്ക്, തേജസ്സിന്റെ അനുഭവത്തിലേക്ക്, ആ ഗ്ലോറി റിലത്തിലേക്ക് ഇന്ന് ആത്മാവ് ഞങ്ങളെ ഉയർത്തണമേ. ഇപ്പോൾ ഞാനത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അതിനുള്ള ബാരിയേഴ്സ് തകരട്ടെ. അതിനുള്ള തടസ്സങ്ങൾ തകരട്ടെ. In the name of Jesus. ഞാനത് പ്രാർത്ഥിക്കുന്നു, അതിനുള്ള തടസ്സങ്ങൾ തകരട്ടെ. ഡാഡി, ഞങ്ങൾ ഒരുമിച്ച് ഏൽപ്പിക്കുകയാണ്. പിതാവെ, ഞങ്ങൾ ഒരുമിച്ച് സമർപ്പിക്കുകയാണ്. അതേ ദൈവമേ, ഉയർന്ന അളവിൽ ഞങ്ങൾക്ക് ഉയർന്ന അളവിൽ
ഞങ്ങൾക്ക് ആ ഗ്ലോറിയെ ഒന്ന് കാണാൻ, ഞങ്ങൾക്ക് ആ ഗ്ലോറിയെ ഒന്ന് കാണാൻ. ഞങ്ങളെ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞങ്ങളെ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് പോലെ ഉയർന്ന അളവിലേക്കൊന്ന് കയറാൻ, ഉയർന്ന അളവിലേക്കൊന്ന് കയറാൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏതു കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഭൂമിയിലെ ഗോത്രങ്ങളൊക്കെയും അവനെ ചൊല്ലി വിലപിക്കും. ഉവ്വ്, ആമേൻ. ഇതാ അവൻ മേഘാരൂഢനായി വരുന്നു. ഏതു കണ്ണും അവനെ കുത്തി തുളച്ചവരും അവനെ കാണും. ഞങ്ങൾ ആ വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്ന പോലെ, എന്റെ കർത്താവേ, ഞങ്ങളുടെ കണ്ണിനെ തുറന്നു തരണമേ, ഞങ്ങളുടെ കണ്ണിനെ തുറന്നു തരണമേ. കുരുട്ട് കണ്ണുകൾ ഇപ്പോൾ തുറക്കട്ടെ, കാതുകൾ ഇപ്പോൾ തുറക്കട്ടെ. ദൈവത്തോടുള്ള വചനത്തെ മുറുകെ പിടിക്കുവാൻ കൈകൾക്ക് ബലം ലഭിക്കട്ടെ. ഞങ്ങളുടെ ഹൃദയം തുറന്നു കിട്ടട്ടെ. ഓ ജീസസ്, in the name of Jesus, ഏത് കണ്ണും അവനെ കാണും. ഡാഡി, ഇന്ന് ഞങ്ങളെ ഒരുമിച്ച് കർത്താവിന്റെ കയ്യിലേക്ക് ആ മഹത്വ അനുഭവത്തിൽ ജീവിക്കേണ്ടതിന് ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അതിനായി ബലപ്പെടുത്തണമേ, സഹായിക്കണമേ, ശക്തീകരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് വലിയ നിലകളിൽ ഇന്ന് ഇതിനകത്ത് പലരെയും സ്പർശിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ അനുഭവിച്ച ദൈവശക്തിയിൽ നിൽക്കുക. നിങ്ങളുടെ സാക്ഷ്യങ്ങൾ, നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ഞങ്ങളെ വാട്സാപ്പിൽ ഈ നമ്പറിൽ നിങ്ങൾ അറിയിക്കുക. തുടർമാനമായി രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും മുടക്കങ്ങളില്ലാതെ നടക്കുന്ന ഞങ്ങളുടെ ഈ മീറ്റിങ്ങിലേക്ക് നിങ്ങൾ എല്ലാ ദിവസവും ജോയിൻ ചെയ്യുക. മറ്റുള്ളവർക്കും കൂടെ ഈ സന്ദേശം നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ കൂട്ടായ്മയിലേക്ക് അവരെ കൂടെ കൂട്ടിവരുത്തുക. വലിയൊരു ആത്മീയ അഭിവൃദ്ധി കർത്താവ് നമുക്കെല്ലാവർക്കും വരുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ കൂടി എല്ലാ ദൈവമക്കളെയും പരിശുദ്ധാത്മാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, മാനിക്കട്ടെ. അടുത്ത ദിവസം നാം ഒരുമിച്ച് കാണുന്നത് വരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ എല്ലാവരെയും സൂക്ഷിക്കട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.